എങ്കിലും റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ. അതിനുവേണ്ടിയായി പാപ്പുവിന്റെ ശ്രമം. അതുകൊണ്ടാ ഇവിടെ നിന്നിപ്പോ ഒന്ന് മാറി നിൽക്കാന്ന് വെക്കുന്നേ. മാറി നിൽക്കാനോ? എങ്ങോട്ട്? എന്താ അപ്പോ നീ പറയുന്നത്? ഇന്റർ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ മാച്ചിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോച്ചിങ്ങിന് ഞാൻ ചെന്നൈയിലേക്ക് പോവാ. ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് ഇന്ന് രാത്രി പുറപ്പെടും. കള്ളമാണ്. മറ്റുള്ളവരോട് അങ്ങനെയാ പറഞ്ഞത്. നിന്നോടത് പറ്റില്ലല്ലോ. എവിടെയെങ്കിലും കുറച്ചു ദിവസം ഒന്ന് അലഞ്ഞു നടക്കണോ എനിക്ക്. ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമാണോ? അത്രയ്ക്ക് പിടിവിട്ടൊരവസ്ഥയിൽ നിൽക്കുക ഞാൻ. അത് വേണോ അപ്പോ? വേണം, പറഞ്ഞല്ലോ. അല്ലെങ്കിൽ തന്നെ മനസ്സിന് തീ പിടിച്ച് നിൽക്കുക. അതിന്റെ കൂടെ നിന്നെ മറ്റൊരാളെ സ്വന്താക്കുന്നത് കൂടി കണ്ടു നിൽക്കാൻ പറ്റില്ലമാണോ എനിക്ക്? സാരില്ല, ഈ യാത്ര കഴിഞ്ഞു വരുമ്പോ ഞാൻ ഓക്കെ ആയിട്ട് വരും. അപ്പോഴേക്കും അരുൺ പാക്കറിന്റെ പെണ്ണാ നീ എന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കും. അപ്പോ മൈ വിഷസ് ഇൻ അഡ്വാൻസ്. പോയി അടിച്ച് പൊളിക്ക് നിന്റെ പാക്കറിനുമായിട്ട്. ഓക്കെ ഡിയർ, ഗുഡ് ബൈ. വന്നിട്ട് കാണാം. ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. അപ്പോ ഇതാണ് മാണു ഞാൻ. ഇതെന്റെ മനസ്സാ. എന്നാലും അവക്കിത് എന്താ പറ്റിയത് അങ്ങളെ? എന്തു പറ്റി? അല്ല, 2-3 ദിവസം കൊണ്ട് ആളാകെ മാറിപ്പോയല്ലോ. ഭയങ്കര നാണക്കാരിയായതുപോലെ. ഈ കാൽനഖം കൊണ്ട് പടം വരയ്ക്കൽ സെറ്റപ്പേ. കല്യാണം അടുക്കുമ്പോഴേ പെൺകുട്ടികൾക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. എന്നാലും ഇത് ഇത്തിരി ഓവറാണേ. അപ്പോഴേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവരോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. കേട്ടിട്ട് ആരും എന്നെ പഞ്ഞിക്കിടാൻ വന്നേക്കല്ലേ പ്ലീസ്. എന്താ പോ? അതെ, നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. ചെന്നൈ വരെ പോവാ. ചെന്നൈയിലോ? എന്താ കാര്യം? സോണൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്. യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ആയിട്ടുണ്ട്. ഒന്ന് ആഞ്ഞു പിടിച്ചാ കപ്പ് കൈയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രാക്ടീസിന് നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് കോച്ചിന്റെ സ്ട്രിക്റ്റ് ഓർഡറാ. അപ്പോ എൻഗേജ്മെന്റിനപ്പോ കാണില്ലേ? ഇല്ല ആന്റി, ഞാൻ പറഞ്ഞില്ലേ, നാളെ ഇവിടുന്ന് പോയേ പറ്റൂ. മാളുവും എന്നോട് പിണങ്ങിയിരിക്കുക. അങ്കിളെ, അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചേക്കണേ, പാവം. അതെ, ഞാനില്ലെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് നടക്കണം. അങ്കിളെ,
പോയിട്ട് വരുമ്പോ എനിക്ക് ഗംഭീര പാർട്ടി തരണം, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. ആന്റി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ ബൈ, വന്നിട്ട് കാണാം.